സ്റ്റെഫിൻ, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സംസാരിച്ചിരുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട അധികൃതരാരും ഈ നിമിഷം വരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സംസാരിച്ചിട്ടില്ല. പെൺകുട്ടികളടക്കം പരാതികൾ ഉന്നയിച്ച സ്ഥിതിക്ക് പെൺകുട്ടികൾ വളരെ വലിയ വേർതിരിവ് ഈ മാനേജ്മെന്റിൽ നിന്നും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് വനിതാ ശിശു വികസന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇതിൽ എന്തെങ്കിലും നടപടി വേണ്ടേ? ഇനിയും നിതിൻ രാജിന് നീതി കിട്ടുന്നില്ല, ഇതുവരെ പീഡനം അനുഭവിച്ച കുട്ടികൾക്ക് നീതി കിട്ടുന്നില്ല എങ്കിൽ പിന്നെ എന്തിനീ ഭരണ സംവിധാനം? മോത്തി, അത് തന്നെയാണ് കുടുംബം ചോദിക്കുന്നത്. ഇത്രയധികം അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ ഈ ഓഡിയോ സന്ദേശങ്ങൾ അടക്കം പുറത്തു വന്നിട്ടും ഈ അറസ്റ്റ് എന്തുകൊണ്ട് വൈകുന്നു, അല്ലെങ്കിൽ നിയമപരമായി ഇപ്പോഴും നിതിന് നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. ഇത്രയധികം പ്രതിഷേധങ്ങൾ ഉയർന്ന് പൊതുസമൂഹം ഒന്നാകെ ഈ വിഷയം ഏറ്റെടുത്തതോടുകൂടിയാണ് ആ കോളേജ് ഏതെങ്കിലും തരത്തിലൊന്ന് പ്രതികരിക്കാനെങ്കിലും തയ്യാറായത്. ആ പ്രതികരണം ഈ ആദ്യം സസ്പെൻഷനിലായിരുന്നു, പിന്നീട് പുറത്താക്കൽ നടപടി അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായി. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ വിഷയം അവസാനിക്കില്ല. കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകണം. നിലവിൽ ഏതായാലുമുള്ള അന്വേഷണത്തെ പറ്റി മറ്റ് എതിർപ്പുകളൊന്നും ഇല്ലെങ്കിൽ പോലും കുറെ കൂടി ശക്തമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. പുറത്താക്കിയ നടപടി സ്വീകരിക്കുന്നു. എന്നാൽ വനിതകൾ, വിദ്യാർത്ഥിനികൾ അടക്കം പല ആരോപണങ്ങൾ ഈ അധ്യാപകർക്കെതിരെ ഉന്നയിച്ചിട്ടും എന്തുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് കുടുംബം ഉയർത്തുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് ഡോക്ടർ റാമിനെ മാത്രമാണ്. എന്നാൽ മറ്റ് അധ്യാപകർക്കും ഈ മരണവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട്. അവർക്കെതിരെയും കോളേജ് കൃത്യമായിട്ടുള്ള നടപടി എടുക്കണം. ഒപ്പം തന്നെ ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴും ഇപ്പോഴും അറസ്റ്റ് വൈകുന്നു എന്നൊരു ആരോപണമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ശക്തമായ തരത്തിൽ ഉള്ള അന്വേഷണം കുടുംബം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി സ്റ്റെഫിൻ, കുടുംബം ഇപ്പോഴും ഈ അന്വേഷണത്തിന് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിലെന്താണ് മുന്നോട്ട് പോവുക എന്നത് നമുക്കും യാതൊരു ധാരണയുമില്ല. കാരണം ബന്ധപ്പെട്ട അധികൃതരാരും ഒരു അക്ഷരം ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. ഒരു ഉറപ്പെങ്കിലും, ഉറപ്പ് പലതും നമ്മൾ ഇതിനു മുൻപും കേട്ടിട്ടുള്ളതാണ്, പല സാഹചര്യത്തിലും ഉറപ്പും ചേർത്ത് പിടിക്കലും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ വെറും വാക്കെങ്കിലും ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല എന്നതാണ്. സി കെ വിജയൻ കൂടി ഒപ്പം ചേരുന്നുണ്ട്. സി കെ വിജയൻ, ഗുഡ് മോർണിംഗ്. ഈ മറ്റ് അധ്യാപകരെ കൂടി പുറത്താക്കണം എന്നതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. നീതി പോയിട്ട് ചികിത്സ പോലും ലഭ്യമാക്കിയില്ല എന്ന് പിതാവ് പറയുന്നുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? അതിൽ ദുരൂഹമായ ചില കാര്യങ്ങളുണ്ട്. ചികിത്സയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത FIR പരിശോധിച്ചു കഴിഞ്ഞാൽ 13:38, അതായത് 1:38 ആ സമയത്താണ് നിതിൻ രാജ് കെട്ടിടത്തിൽ നിന്ന് താഴെ വീണതായി അവർ കണ്ടതായിട്ടാണ് റിപ്പോർട്ടിലുള്ളത്. അതായത് നിതിൻ രാജ് കെട്ടിടത്തിൻ്റെ ആ രണ്ട് കെട്ടിടത്തിൻ്റെ ഇടയിൽ വീണ് കിടക്കുന്നത് കോളേജ് അധികൃതർ കാണുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കാണുന്നത് 1:38-നാണ്. അത് കഴിഞ്ഞ് പിന്നീട് മരണം സംഭവിക്കുന്നത് 3:35-നാണ്. അതായത് ഏതാണ്ട് 2 മണിക്കൂറോളം സമയം നിതിൻ രാജിനെ അതേ ആശുപത്രിയിൽ ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലൊരു ക്രിട്ടിക്കൽ കെയർ അല്ലെങ്കിൽ ഒരു ട്രോമ കെയർ നൽകാൻ പാകത്തിൽ, അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യം നൽകാൻ പാകത്തിലുള്ള ഒരു ആശുപത്രി അല്ല ഈ അഞ്ചരക്കണ്ടിയിലുള്ള ഈ ആശുപത്രി. അതിന് പകരം അതിന് പരിസരത്ത് തന്നെയായിട്ട് 1-2 സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുണ്ട്. ആ ഭാഗത്തേക്ക് റെഫർ ചെയ്യുകയോ അങ്ങനെ കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഈ 2 മണിക്കൂർ നേരം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ സമയം കൃത്യമായ ചികിത്സ നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ നിതിൻ രാജിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഈ ബന്ധുക്കളും പിതാവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കളൊക്കെ പറയുന്നതിൻ്റെ ചുരുക്കം. അതായത് ഈ 2 മണിക്കൂർ സമയം യാതൊരു കാര്യമായ ചികിത്സയും നൽകാതെ, അല്ലെങ്കിൽ ഒരു വിദഗ്ധ ചികിത്സ നൽകാതെ നിതിൻ രാജിനെ അതേ ആശുപത്രിയിൽ തന്നെ കിടത്തി എന്നിടത്താണ് കാര്യങ്ങൾ. ഒരു പക്ഷേ ആ സമയത്ത് അവിടെ നിന്നൊരു 20 മിനിറ്റൊക്കെ ഓടിക്കഴിഞ്ഞാൽ, ഒരു ആംബുലൻസിൽ ഓടിക്കഴിഞ്ഞാൽ അതിവിദഗ്ധമായ ചികിത്സ നൽകാവുന്ന ആശുപത്രി അതിൻ്റെ സമീപത്ത് തന്നെ ഉണ്ട്. പക്ഷെ അത്തരത്തിലൊരു ട്രീറ്റ്മെൻറ്റും ഒരു ചികിത്സയും ഈ നിതിൻ രാജിന് നൽകിയില്ല എന്നാണ് അവർ സംശയിക്കുന്നത്. അതായത് 2 മണിക്കൂറോളം നേരം അവിടെ തന്നെ കിടത്തി എന്ന രീതിയിൽ. അപ്പോൾ അതാണ് ഇത് സംബന്ധിച്ച് ഒരു ദുരൂഹതയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമുള്ളത്. ഇത് FIR-ൽ പറയുന്ന സമയമാണ്. ഇത് പ്രിൻസിപ്പൽ വിനോദ് മോനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് സംബന്ധിച്ച വിശദീകരണങ്ങളൊന്നും തന്നെ പ്രിൻസിപ്പലോ മാനേജ്മെൻറ്റോ ഒന്നും നൽകുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ അഞ്ചരക്കണ്ടിയിലെ ആശുപത്രിയിൽ അത്തരത്തിൽ വിദഗ്ധമായൊരു ചികിത്സ നൽകാനുള്ള സൗകര്യമില്ല. പ്രാഥമികമായ ചില സൗകര്യങ്ങളല്ലാതെ അതിൽ കവിഞ്ഞൊരു ചികിത്സ നൽകാൻ സൗകര്യമുള്ള ആശുപത്രിയല്ല അത്.
ശരി, സി കെ വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സ്റ്റെഫിൻ വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നുണ്ട്. സ്റ്റെഫിൻ, ഒരു കാര്യം, ഈ മന്ത്രിക്കോ ബന്ധപ്പെട്ട മറ്റാർക്കെങ്കിലുമോ നിലവിൽ പരാതി നൽകിയിട്ടുണ്ടോ കുടുംബം? മോത്തി, ഏതായാലും ഒരുപാട് പേർ പൊതു സമൂഹത്തിൽ നിന്ന്, മന്ത്രിസഭയിൽ നിന്ന് അടക്കമുള്ള മന്ത്രിമാർ, ജനപ്രതിനിധികളെല്ലാം തന്നെ പോയിട്ടുണ്ട് എങ്കിൽ പോലും ഇതുവരെ അതിനൊരു കൃത്യമായ പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയില്ല. പക്ഷേ ഏതായാലും DGP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ കണ്ട് ഈ കുടുംബം അവരുടെ പരാതി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ വീട്ടിൽ ചെന്നപ്പോൾ അവർ പരാതി പറഞ്ഞതാണ്. നിയമപരമായി അതിന്റെ അന്വേഷണം ഏതായാലും മുന്നോട്ട് പോകുന്നു. പക്ഷേ കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. നിതിന്റെ ഓഡിയോ സന്ദേശത്തിലെല്ലാം തന്നെ കൃത്യമായി ഇത്തരത്തിൽ ഈ കോളേജിനെതിരെ, പ്രത്യേകിച്ചും ഈ അധ്യാപകനെതിരെയുള്ള പരാമർശങ്ങളുണ്ട്. അധ്യാപകനെതിരെയുള്ള തെളിവുകളായി തന്നെ അത് പരിഗണിക്കേണ്ടതുമാണ്. പക്ഷേ ഇപ്പോഴും ഇത്ര ദിവസമായിട്ടും അറസ്റ്റ് വൈകുന്നു എന്നുള്ളതാണ് കുടുംബം ഈ വിഷയത്തിൽ ആരോപിക്കുന്നത്. ഏതായാലും ഇനി ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ ഏത് തരത്തിലാണ് ഇനി അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കുടുംബം ഏറെ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ അധ്യാപകനെ പുറത്താക്കിയ നടപടിയിൽ അവർ പ്രതികരിച്ചത് ഇപ്പോഴും നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ മാനേജ്മെന്റ് അധ്യാപകരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിനെതിരെ കൃത്യമായൊരു നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകണമെന്നൊരു കാര്യമാണ് കുടുംബം ആവർത്തിച്ച് പറയുന്നത്. കാരണം മറ്റ് അധ്യാപകരെല്ലാം തന്നെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അവർക്കും ഈ നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്ന അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കുടുംബം ഉയർത്തുന്നത്. ഏതായാലും ഇന്നും നാളെയും ഒക്കെ ആയി ഈ വിഷയത്തിൽ എന്തെങ്കിലും തുടർ നടപടികൾ അക്കാര്യത്തിലൊക്കെ വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ശരി സ്റ്റെഫിൻ, സി കെ വിജയൻ, ഈ കാര്യത്തിൽ ഒരുപാട് രക്ഷിതാക്കളടക്കം രംഗത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു, മാതൃഭൂമി ന്യൂസിനെ സമീപിക്കുന്നു. സി കെ വിജയനോടടക്കം ഒരുപാട് പേര് ഈ കാര്യങ്ങളിൽ ഇപ്പോഴും പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇത്രയധികം കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇതിൽ നടപടിയെടുക്കേണ്ടവരുടെ ഭാഗത്ത് നിന്ന് ഈ മൗനം? അതിൽ കുറെ കൂടി ഗൗരവമുള്ള ചില വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഏതോ രീതിയിലുള്ളൊരു സമ്മർദ്ദം പോലീസിൻ്റെ ഭാഗത്തുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഷാജി എന്ന് പറയുന്ന കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയായ ആ രക്ഷിതാവ് നമ്മളുടെ മുന്നിലാണ് ഏറ്റവും ശക്തമായി അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. തൻ്റെ മകളെ വേസ്റ്റ് എന്ന് വിളിച്ചു എന്നതുൾപ്പെടെ അങ്ങേറ്റം വൈകാരികമായിരുന്നു ആ മനുഷ്യൻ്റെ പ്രതികരണം. ഒരു രക്ഷിതാവ് ഇത്രയും മകളെ പഠിപ്പിച്ച് വളർത്തി ഒരു ആശുപത്രി ദന്തിസ്ഥാകുന്നതിന് വേണ്ടി അഡ്മിഷൻ വാങ്ങി അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതികരണം അവർ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ വേദന പ്രകടമാകുന്ന രീതിയിലായിരുന്നു ആ പ്രതികരണം. പക്ഷേ രാത്രിയോടുകൂടി അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ മാതൃഭൂമിയുടെ പേജിൽ അയാൾക്കെതിരെ, ഈ പെൺകുട്ടിക്കെതിരെ അതിരൂക്ഷമായ രീതിയിലുള്ള സൈബർ ബുള്ളിങ്ങുകൾ നടക്കുന്നു, കമൻറ്റുകളുടെ പ്രവാഹമാണ്, തെറിവിളിയാണ് എന്നൊക്കെ. അതിനർത്ഥം ഏതോ ഒരു ശക്തികൾ പുറത്തുനിന്ന് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ഒബ്സർവ് ചെയ്യുകയും അതിനനുസരിച്ച് പ്രതികരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ചില വ്ളോഗർമാർ ഇതിനുവേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവരാണ് ഈ കാര്യത്തിൽ നിതിൻ രാജിനെതിരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എടുത്ത് പുറത്തിടുകയും വലിയ രീതിയിൽ സൈബർ ഇടങ്ങളിൽ ചർച്ചയാക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതിനെല്ലാം അനുകൂലിക്കുന്ന ഒരു വലിയ മാഫിയ സംഘം പോലെ ഒരു സംഘം തന്നെ ഉണ്ട് എന്ന് പറയേണ്ടി വരും. അതിന് ബന്ധപ്പെട്ട അധികൃതരും പിന്തുണ നൽകുന്നവരാണ് എന്ന് നമുക്ക് പറയേണ്ടതായി വരും, അല്ലേ? തീർച്ചയായും അത് ഏതോ ഒരു ബാഹ്യശക്തികളുടെ ഇടപെടൽ ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി അത് ശക്തിപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം തന്നെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാം തന്നെ ചേർന്ന് സംഘടിതമായി ഈ കാര്യത്തിനെതിരെയുള്ള പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഡോക്ടർ MK റാമിനെ പുറത്താക്കാൻ വേണ്ടി മാനേജ്മെന്റ് തീരുമാനിച്ചത്. അപ്പോഴും ഈ വിദ്യാർത്ഥികളുടെ പരാതിയിൽ മറ്റ് 2 അധ്യാപകരെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. പ്രത്യേകിച്ച് അത് ഈ ഡോക്ടർ സംഗീത നമ്പ്യാരെ കുറിച്ചല്ല, അതിന് പുറത്തുള്ള 2 അധ്യാപകരെ കുറിച്ചുള്ള പരാമർശമുണ്ട്. പക്ഷേ അതിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല, അന്വേഷണം പോകുന്നില്ല. ഒരു പക്ഷേ ഈ റാമിനെ തന്നെ പുറത്താക്കിയത് ഈ സ്ഥാപനത്തിൻ്റെ ഗുഡ്വിൽ തകരും എന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ അടുത്ത വർഷം അഡ്മിഷനിൽ പ്രശ്നമുണ്ടാകും എന്നതുകൊണ്ടാകാം. അല്ലാതെ നിതിൻ രാജ് മരിച്ചത് കൊണ്ടാണ് എന്ന് കരുതാൻ പോലും വയ്യാത്ത രീതിയിലാണ് ഈ മാനേജ്മെൻറ്റിൻ്റെ പ്രതികരണം. അതുകൊണ്ട് പ്രിൻസിപ്പൽ വിനോദ് മോനി ഉൾപ്പെടെയുള്ള ആൾക്കാരിലേക്ക് മാത്രമാണ് ഇത്തരം സന്ദേശങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ പക്ഷത്തു നിന്നും വരുന്നത്. അദ്ദേഹം എന്താണോ പറയുന്നത് അത് മാത്രമാണ് ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പക്ഷത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരവും. ഇതൊട്ടും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്രിയാത്മകമായോ അല്ലെങ്കിൽ വസ്തുതാപരമായോ പ്രതികരിക്കാൻ ബാധ്യതപ്പെട്ട ഒരു മാനേജ്മെൻറ്റ് ഇപ്പോഴും അവിടെ പ്രകടമല്ല.